ഒരേ സമയം പാർലമെന്റിൽ പ്രസംഗിക്കുകയും പഞ്ചായത്തിൽ പ്രസിഡന്റായിരിക്കുകയും അതേസമയം സംസ്ഥാന മന്ത്രിയുടെ ഉത്തരവാദിത്തം കൂടി വഹിക്കുകയും ചെയ്ത ഒരാളുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ? ആരാണെന്നറിയാം. അതെങ്ങനെ കേരളത്തിൽ ഒഴിവാക്കപ്പെട്ടു എന്നും അറിയാം. പോൾ വോട്ടിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് പാർലമെന്റിൽ പ്രസംഗിക്കാൻ കഴിയും. അതേ കാലത്ത് തന്നെ നിയമസഭയിലും പ്രസംഗിച്ചാലോ? അങ്ങനെ സാധിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരേ സമയം എംപിയും സംസ്ഥാന മന്ത്രിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ ഒരാളുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരാളേ ഉള്ളൂ. അത് കേരള കോൺഗ്രസ് നേതാവായിരുന്ന അന്തരിച്ച ആർ ബാലകൃഷ്ണപിള്ളയാണ്. ദീർഘകാലം ഇടമുളയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള സംസ്ഥാന മന്ത്രിയുമായി. സംസ്ഥാന മന്ത്രിയായിരിക്കുമ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച് എംപിയുമായി. ഏതെങ്കിലും ഒരു പദവി 6 മാസത്തിനുള്ളിൽ രാജിവെക്കണം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. പാർലമെന്റിൽ പ്രസംഗിക്കുകയും പഞ്ചായത്തിൽ പ്രസിഡന്റായിരിക്കുകയും ചെയ്യുക മാത്രമല്ല, 6 മാസത്തോളം ബാലകൃഷ്ണപിള്ള ചെയ്തത് സംസ്ഥാന മന്ത്രിയുടെ ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്തു. അന്നൊക്കെ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ദീർഘകാലം തുടരും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊന്നും കൃത്യം 5 വർഷം കൂടുമ്പോൾ നടത്താറില്ല. ഉത്തരവുകളുടെ കാലാവധി ദീർഘിപ്പിക്കും. പലപ്പോഴും 7 വർഷവും 8 വർഷവും ഒക്കെ കൂടുമ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ്. അതേ പഞ്ചായത്ത് ഭരണസമിതി തന്നെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. ഇന്നത്തെ പോലെ സ്ത്രീ സംവരണം ഒന്നുമില്ല. പുരുഷന്മാർ തീരുമാനിക്കുന്നു, പുരുഷന്മാർ മത്സരിക്കുന്നു, പുരുഷന്മാർ തെരഞ്ഞെടുക്കപ്പെടുന്നു. അതായിരുന്നു അന്നത്തെ പഞ്ചായത്തുകൾ. അതേ സമിതി അതേ പ്രസിഡന്റിന് തന്നെ അധികാരം ഏൽപ്പിക്കുകയും ചെയ്യും. 5 പേരടങ്ങുന്ന സ്വയംഭരണ സമിതിയായിരുന്നു പണ്ടത്തെ പഞ്ചായത്ത്. ഇന്നത് 18 പേരും 23 പേരും വരെയായി. 1950 തന്നെ തിരുകൊച്ചിയിൽ പഞ്ചായത്തുകൾ രൂപം കൊണ്ടു. അന്ന് 458 പഞ്ചായത്തുകളാണ് തിരുകൊച്ചിയിൽ ഉണ്ടായിരുന്നത്. മലബാർ പ്രദേശത്ത് അന്ന് 150 പഞ്ചായത്തുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് മദ്രാശിയുടെ കീഴിലായിരുന്നു. പട്ടം താണുപിള്ള സർക്കാരാണ് പഞ്ചായത്ത് ആക്ട് കൊണ്ടുവന്ന് 1962 നടപ്പാക്കിയത്. അന്ന് 922 പഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നത്. 1964 ഒക്ടോബർ 1 ഈ ഭരണസമിതികൾ അധികാരമേറ്റത്. 1964 മുതൽ 1990 വരെ ഒരേ പ്രസിഡന്റ് ഉണ്ടായിരുന്ന നിരവധി പഞ്ചായത്തുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. 1990 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പും പിന്നീട് 1994 പരിഷ്കാരവും വന്നതോടെയാണ് ആ സ്ഥിതി മാറിയത്. 2010 സ്ത്രീ സംവരണം വന്നതോടെയാണ് സ്ഥിരം പ്രസിഡന്റുമാരൊക്കെ വീട്ടിലിരിക്കാൻ തുടങ്ങിയത്.